ഈ അരക്കൻ ആർമിയെക്കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തു. അവർ ബംഗ്ലാദേശിൻ്റെ 271 കിലോമീറ്റർ അതിർത്തിയുടെ നിയന്ത്രണം അവരുടെ പക്കലാണ്. നാഫ് നദി അവരുടെ പക്കലാണ്. സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഏതാണ്ട് അവർ കീഴടക്കി കഴിഞ്ഞു. വേണ്ടി വന്നാൽ അവർ ഇന്ത്യക്ക് കൈമാറിയേക്കും എന്നുള്ള ചില ഊഹങ്ങൾ, ചില വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റിലെ അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ പോലെയാണ്. ഒന്നിനും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ബംഗ്ലാദേശ് പറയുന്നില്ല, ഇന്ത്യ പറയുന്നില്ല, അരക്കനും പറയുന്നില്ല. പക്ഷേ പാശ്ചാത്യ യുദ്ധകാര്യ ലേഖകന്മാർ വിദേശ മാധ്യമങ്ങളിൽ എഴുതുന്ന ലേഖനങ്ങളിൽ ഇതൊക്കെ വരുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു മാധ്യമങ്ങളിൽ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന ചില ആളുകളുണ്ട്. മറ്റു മാധ്യമങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. മലയാളത്തെ ചില ചാനലുകൾ പോലും നമ്മളിത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ചില വാർത്തകളൊക്കെ കൊടുത്തു. 24-ലൊക്കെ വന്നിരുന്നു. എന്നിട്ടും അവർ മെനക്കെടുന്നില്ല വാർത്തകളുടെ പിന്നാലെ. രാമേന്ദ്ര സാറും പിന്നെ സാറിൻ്റെ പാതയിൽ ഞാനും ഒക്കെ ഈ വാർത്തകൾ തേടി പോകുന്നത് കൊണ്ട് നമുക്ക് ചില വിവരങ്ങൾ ഈ പറഞ്ഞ പോലെ യുദ്ധകാര്യ ലേഖകന്മാരുടെയൊക്കെ കുറിപ്പുകളിൽ നിന്ന്, നോട്ടുകളിൽ നിന്ന്, റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. റോയിട്ടറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അരക്കനെക്കുറിച്ച് എന്താണ് കുറച്ച് ദിവസമായിട്ട് അവർ യുദ്ധം നിർത്തിയോ എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നു. ഞാൻ മ്യാൻമാർ ഉറവിടങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. ഇന്നും മുമ്പ് കുറച്ചും അങ്ങനെയായിരുന്നു. ഇപ്പോൾ റക്കീൻ പ്രവിശ്യ അത് പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് മ്യാൻമാറിൻ്റെ. അത് സ്വതന്ത്രമായ ശേഷം പട്ടാളത്തിനോട് സംസാരിക്കാം, അത് അവിടെ സ്വയംഭരണം നടത്താം എന്നാണ് അരക്കൻ ആർമി വിചാരിച്ചിരുന്നത്. പക്ഷെ പട്ടാളം ചെയ്തത് സംഭാഷണത്തിനൊന്നും നിൽക്കാതെ വ്യോമാക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ റക്കീനിൽ നിന്ന് അത് സ്കൂളുകൾ, ബുദ്ധമത വിഹാരങ്ങളൊക്കെ ആക്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അരക്കൻ ആർമി ചെയ്യുന്നത് റക്കീൻ പ്രവിശ്യ സ്വതന്ത്രമായതിന് ശേഷം ഇപ്പം മ്യാൻമാർ ഹൃദയഭൂമിയിലേക്ക് കയറിയിരിക്കുകയാണ്, മധ്യഭാഗത്തേക്ക്. അതാണ് ലേറ്റസ്റ്റ്. അപ്പോൾ അയ്യാവെദ്ധി എന്ന് പറഞ്ഞ പ്രവിശ്യയിലേക്കാണ് കയറിയിരിക്കുന്നത് ഇപ്പോൾ. അത് ഇരാവതി പുഴയുടെ തീരത്തുള്ള നഗരമാണ്. അവിടെ ഇപ്പോൾ അരക്കൻ ആർമി ഒരു പോലീസ് സ്റ്റേഷൻ പിടിച്ചിട്ടുണ്ട്. അത് തലസ്ഥാനമായ പാത്തേൻ എന്ന് പറഞ്ഞ നഗരത്തിലാണ്. ഈ പ്രവിശ്യയുടെ തലസ്ഥാനത്താണ് ഇപ്പോൾ അരക്കൻ ആർമി ഉള്ളത്. ഈ മറ്റേ രക്കീൻ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് രക്കീൻ അതിർത്തിയിലാണ് ഈ അയ്യാവെദ്ധി എന്ന് പറഞ്ഞ പ്രവിശ്യ ഉള്ളത്. അപ്പം അങ്ങോട്ടാണ് കയറിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലാണ് ഈ അയ്യാവെദ്ധിയുടെ തെക്കും പടിഞ്ഞാറും. അപ്പം നമ്മുടെയും ഒക്കെ ഏതാണ്ട് അതിർത്തി ഭാഗത്തായിട്ട് വരുന്നുണ്ടത്. റക്കീൻ ഇപ്പോൾ ആർമി പൈതൃക മേഖല, അവരുടെ പൈതൃക മേഖല എന്ന് പറയുന്നത് റക്കീനാണ്, അരക്കൻ ആർമിയുടെ ബുദ്ധമതസ്ഥരായ ആളുകളുടെ ആവാസ കേന്ദ്രം. ആ സ്ഥലം കടന്ന്, പൈതൃക മേഖല കടന്ന് അവർ പോയിരിക്കുന്നു. ഇത് തന്നെയാണ് മ്യാൻമാർ ഏജൻസി. അവരുടെ പൈതൃക മേഖല സമ്പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിൽ അവർ സ്ട്രെച്ച് ചെയ്യാണ്, കൂടുതൽ അങ്ങോട്ട് പോകുന്നു. വ്യാഴാഴ്ച ഈ പാത്തേൻ നഗരത്തിൽ ആണ് പോലീസ് സ്റ്റേഷൻ പിടിച്ചത്. 4-ാം വർഷമാണ് ഇപ്പോൾ ആഭ്യന്തര യുദ്ധം നടക്കുന്നത്. അവിടെ ഇപ്പോൾ അരക്കൻ ആർമി ഒറ്റയ്ക്കല്ല. ഈ അയ്യാവെദ്ധി മേഖലയിൽ അവർക്ക് പട്ടാള വിരുദ്ധ ഭരണകൂട, അതായത് പട്ടാള വിരുദ്ധമായ പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സസ് PDF എന്ന് പറഞ്ഞ വിമതസേനയും കൂടി സഹായത്തിന് വന്നിട്ടുണ്ട്. രക്കീൻ അതിർത്തിയിലെ ഷെതായുങ്വാൻ ഉപനഗരത്തിലാണ് ഈ സ്റ്റേഷൻ എന്ന് മ്യാൻമാർ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. വ്യോമാക്രമണം പലതും നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പട്ടാള ഭരണകൂടം. മാഗിസിൻ എന്ന് പറഞ്ഞൊരു ഗ്രാമം ഇപ്പോൾ അരക്കൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ സമീപത്തെ മാഹി സിൻ പ്യാർ, മാഗിസിൻ തുടങ്ങിയ നഗരങ്ങളിലാണ് വ്യോമാക്രമണം. ആ നഗരങ്ങളിലേക്ക് കയറുമല്ലോ അരക്കൻ ആർമി. അതുകൊണ്ട് നേരത്തെ തന്നെ അവിടെ വ്യോമാക്രമണം നടത്തുകയാണ് പട്ടാള ഭരണം. അല്ല, ഈ അരക്കൻ വരുന്നതിന് മുമ്പ് വ്യോമാക്രമണം നടത്തി അവിടെയുള്ള സാധുക്കൾ മരിച്ചു പോവും. കാരണം സ്കൂളുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, ബുദ്ധമത വിഹാരങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാഷ്വാലിറ്റി എത്രയാണെന്ന് അറിയില്ല എന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. അരക്കനെ പേടിച്ച് ഈ മ്യാൻമാർ ഭരണകൂടം സ്വന്തം ജനങ്ങളെ നശിപ്പിക്കുകയാണ്. അരക്കൻ വരുമ്പോൾ ഒന്നും കിട്ടരുത്. പട്ടാളം അവിടെ നിന്നൊക്കെ പിന്നെ, അതായത് കരസേന പട്ടാളത്തിന്റെ പിൻവാങ്ങിയിരിക്കുന്നു ആ ഭാഗങ്ങളിൽ നിന്ന്.
ഈ ജനുവരിയിൽ ഈ അയ്യാവെദ്ദി, ബാഗോ, മാഗ്വേ തുടങ്ങിയ പട്ടാളത്താവളങ്ങൾ ഈ ജനുവരി ആദ്യം മുതൽ ലക്ഷ്യം വെച്ചിരുന്നു. ഈ പട്ടാളത്താവളങ്ങൾക്കൊക്കെ നേരെ ഇനി ആക്രമണം നടത്താൻ പോവുകയാണ്. ഇനി ബാഗോ, മാഗ്വേ തുടങ്ങിയ പട്ടാളത്താവളം കൂടി പിടിക്കും. അയ്യാവെദ്ദി പട്ടാളത്താവളം ഇന്നോ നാളെയോ കൈവശം വരും എന്നുള്ളത് ഉറപ്പാണ്. ഡിസംബർ 29 ഗ്വാ എന്ന് പറഞ്ഞ നഗരം പിടിച്ചിരുന്നു അരക്കൻ ആർമി. തീര നഗരമാണത്, കോസ്റ്റൽ ടൗൺ. അപ്പോഴാണ് പട്ടാളത്തോട് സംസാരിച്ച് സ്വയംഭരണം നടത്താമെന്ന് വിചാരിച്ചത്. പട്ടാളം വ്യോമാക്രമണങ്ങൾക്കാണ് മുതിർന്നത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത മധ്യഭാഗത്തേക്ക് കയറിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെ കച്ചിൻ പ്രവിശ്യ വീഴുന്നു. കച്ചിൻ പ്രവിശ്യയിലെ കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി അവർ ചൈന മ്യാൻമാർ അതിർത്തിയിലെ തെക്കൻ കച്ചിൻ പ്രവിശ്യയിലെ മാൻസി നഗരം പിടിച്ചതായിട്ട് പുതിയ റിപ്പോർട്ടുണ്ട്. ഒരു മാസത്തെ പോരിൻ്റെ ഒടുവിലാണ് ഈ മാൻസി നഗരം വീണിരിക്കുന്നത്. ഡിസംബർ 4 തുടങ്ങിയതാണ് അവിടെ പോര്. പട്ടാളവും കച്ചിൻ ആർമിയും. പട്ടാളം പിൻവാങ്ങി, കീഴടങ്ങി. മാൻസിക്ക് 14 മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാമോ പിടിക്കാൻ പോകുന്നു. ആ പോരാട്ടത്തിലെ ആദ്യ പിടിയാണ് ഈ മാൻസി നഗരം വീണത്. കഴിഞ്ഞ ദിവസം രാവിലെ ലൈറ്റ് ഇൻഫൻട്രി ബറ്റാലിയൻ പട്ടാളത്തിൻ്റെ 319, 601, പിന്നെ ഫീൽഡ് ആർട്ടിലറി റെജിമെൻറ്റ് 53 ഈ പട്ടാള ബറ്റാലിയനും റെജിമെൻറ്റുകളും ഒക്കെ കീഴടങ്ങി. ആ താവളങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞു. ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമിയുടെ വക്താവ് കേണൽ നോ ഭാവു ആണ്. അതാണ് മ്യാൻമാർ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സകല പട്ടാളത്താവളങ്ങളും ഇവിടെ വീണ് കഴിഞ്ഞു. പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആയുധ കേന്ദ്രങ്ങളൊക്കെ പിടിച്ചു. ആയുധങ്ങളും കൈവശപ്പെടുത്തിയിട്ടുണ്ട് കച്ചിൻ ആർമി. മറ്റിടത്തും പട്ടാളത്താവളങ്ങൾ വീണല്ലോ റക്കീനില്. അപ്പൊ ആയുധങ്ങൾ ഇപ്പോൾ കുറെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാമോയില് മിലിറ്ററി ഓപ്പറേഷണൽ കമാൻഡിൻ്റെ കേന്ദ്രമുള്ള സ്ഥലമാണ്. ഇനി കച്ചിൻ ആർമി അത് പിടിക്കും ഏതാണ്ട് ഉറപ്പാണ്. ഇപ്പം അത് പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഭാമോയിൽ വലിയ ഏറ്റുമുട്ടൽ ഇപ്പം നടക്കുന്നുണ്ട്. ഇൻഫൻട്രി ബറ്റാലിയൻ 47 അതിൻ്റെ ക്യാമ്പ് അവിടെ ഉണ്ട്, താമോങ് ലോൺ വാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ ഭാമോ യൂണിവേഴ്സിറ്റി അതും കച്ചിൻ ആർമിയുടെ കയ്യിലാണ് എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ ഈ നമ്മൾ പ്രതീക്ഷിച്ചത് അരക്കൻ ബംഗ്ലാദേശ് അതിർത്തി പിടിച്ചതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ നാഫ് ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങൾ, തെക്കൻ നാഫ് ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങൾ പിടിച്ചു എന്ന് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ രഖീൻ എന്ന് പറഞ്ഞ പ്രവിശ്യ സ്വതന്ത്ര രാജ്യമാവും എന്നാണ് കേട്ടത്. അല്ല, അതിനുശേഷം നമ്മൾ ആഗ്രഹിച്ചത് അതുവഴി കയറി വന്ന് ഡാക്ക വരെ വന്നാൽ കൊള്ളായിരുന്നു നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ അവരിപ്പോൾ ചെയ്യുന്നത് മ്യാൻമർ മൊത്തം പിടിക്കാനാണ്. മ്യാൻമർ പിടിച്ചിട്ട് അടുത്ത പണി നോക്കാം എന്ന തരത്തിലാണെന്ന് തോന്നുന്നു. അതെ, ആ പോക്കാണ് ഈ പോകുന്നത്. കാരണം വലിയ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അതാ, ഒരു രാജ്യം കയ്യിലോട്ട് കിട്ടും. പട്ടാള ഭരണകൂടത്തിന് കുറച്ച് വിമാനമുണ്ട്, അത്രയോ. പക്ഷെ കരസേന മുഴുവൻ ഓടി രക്ഷപ്പെടുകയാണ്. കാരണം പ്രാദേശിക സപ്പോർട്ടില്ല പട്ടാളത്തിന്, ജനങ്ങളുടെ പിന്തുണയില്ല. അപ്പോൾ ഏതായാലും റഖീൻ എന്ന ഒരു രാജ്യം അല്ല ഉണ്ടാവാൻ പോകുന്നത്. മ്യാൻമറിലെ ഭരണകൂടം വീഴാൻ പോകുന്നു. ശരിക്കും ഒരു ബുദ്ധമത ഭരണകൂടം മ്യാൻമറിൽ വരാൻ പോകുന്നു. അതാണ് ഇപ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബുദ്ധമത രാജ്യം വന്നാലും ഇന്ത്യക്ക് ദോഷമൊന്നുമല്ല. മതരാജ്യം വരട്ടെ, ബുദ്ധമത രാജ്യമായിട്ട് മ്യാൻമർ മാറുമെങ്കിൽ, കാരണം അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ബുദ്ധമതക്കാരാണ്. അപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പരിണിതിയാണ്. മാത്രമല്ല, മ്യാൻമർ ഇപ്പം സൂചി നമ്മൾ സമരം ചെയ്തു, എത്ര കാലം വന്നു, അത് സൂചിയുടെ നേതൃത്വത്തിൽ സർക്കാർ വന്നു. ആ സർക്കാരിനെ അട്ടിമറിച്ചിട്ടാണ് പട്ടാളം വന്നത്. പട്ടാള ഭരണകൂടത്തെ മാറ്റിയിട്ട് ഒരു ജനാധിപത്യ സർക്കാർ വരികയാണെങ്കിൽ അതിന് അരക്കൻ ആർമി സഹായകമാവുമെങ്കിൽ അത് കൂടുതൽ ഫലവത്തായ ഒരു പോരാട്ടമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഈ കച്ചിൻ പ്രദേശത്ത് അവര് ഈ മറ്റേ അരക്കൻ ആർമി കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. ഇത് രണ്ടും ശരിയാണ്. വലിയ സങ്കടകരമായ ഒരു കാര്യം. ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ടൊരു സോവറിൻ എൻറ്റിറ്റി ഉണ്ടായിരിക്കുക, പക്ഷേ ആ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും പല സായുധ സേനകളുടെ നിയന്ത്രണത്തിലായിരിക്കുക. ഇത് നമ്മൾ സിറിയയിൽ കണ്ടു, ലബനോണിൽ കണ്ടു, മ്യാൻമറിൽ കാണുന്നു. അപ്പോൾ അസ്ഥിരമായ ഭരണകൂടങ്ങൾ അധികാരത്തിലുണ്ടായാൽ
നെറ്റ് റിസൾട്ട് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ബംഗ്ലാദേശിലും കാണുന്നതാണ്. അസ്ഥിരമായ ഭരണകൂടങ്ങൾ വന്നാൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മൗലികമായ അവകാശം പോലും നഷ്ടപ്പെടും. അവരെപ്പോഴും ഏത് നിമിഷം വേണേലും കൊല്ലപ്പെടാമെന്ന് ഈ രാജ്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോർക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് അഭിമാനം തോന്നുന്നത്, ആദരവ് തോന്നുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ അതിൻ്റെ വില പലരും മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെയും ചിതറിത്തെറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പ്രൊമോട്ട് കേരളത്തിൽ. പക്ഷെ അങ്ങനെ ചിതറിത്തെറിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും ഇവിടെ സ്വൈര്യമായി ജീവിക്കാൻ പറ്റില്ല. കാരണം അവർ അതുകൊണ്ട് രക്ഷപ്പെടുന്നത് ചില ആളുകളുണ്ടാവും. അധികാരം കയ്യിലേക്ക് കിട്ടുന്ന ചില ആളുകൾ അവർ സുഖിമാന്മാരായി കഴിയും, അവർ അസതുമാരായിട്ട് മാറും. അപ്പോൾ ഇന്ന് അവരെ പിന്തുണച്ച് പറയുന്ന ആളുകൾ പോലും അവരുടെ അടിമകളായി നരകയാതന അനുഭവിച്ച് ഏത് നിമിഷവും ഒരു വെടിയുണ്ട വന്ന് നെറ്റിയിൽ കയറുന്ന അവസ്ഥയിൽ ഭയത്തോടെ ജീവിക്കേണ്ടി വരും. ഇതാണ് ജനാധിപത്യത്തിൻ്റെ അഭാവം സൃഷ്ടിക്കുന്ന ഒരു വലിയ വാക്വം. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം. നമ്മൾ 76ാമത്തെ റിപ്പബ്ലിക് ദിനം 26-ാം തീയതി ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ലോകത്ത് പലയിടത്തും ജനാധിപത്യം എന്ന് പറയുന്നത് പേരിന് പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തുള്ള ഒരു ജനാധിപത്യ രാജ്യമായി മുന്നേറുന്നു. നമുക്ക് സ്ഥിരതയുള്ളൊരു സർക്കാർ ഉണ്ടാവുന്നു. ആ സർക്കാരിന് നിശ്ചയദാർഢ്യമുണ്ടാവുന്നു. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്ത്. നമ്മുടെ സംസ്കൃതിക്ക് 5000 കൊല്ലവും ഇങ്ങനെ ജനാധിപത്യം ഉണ്ടായിരുന്നു അറിയാൻ രാമായണവും മഹാഭാരതവും വായിച്ചാൽ അതാണ് 5000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവിടെ ജനാധിപത്യം ഉണ്ടായിരുന്നു. പലപ്പോഴും രാജസഭകളിൽ രാജാവല്ല, രാജാവിനെ മാറ്റാൻ അധികാരം ഉണ്ടായിരുന്ന സഭകളുണ്ടായിരുന്നു. രാമൻ മറ്റേ ഭരതനോട് കാട്ടിൽ കാണാൻ പോകുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, നീ ആ ചാർവാകന്മാരെ മാനിക്കുന്നില്ലേ? അതായത് ചാർവാകന്മാരാണ് അന്നത്തെ മാർക്സിസ്റ്റുകൾ, നിരീശ്വരവാദികൾ. അവർക്ക് ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.